അത് നിങ്ങൾ തോന്നൽ മാത്രമല്ല. അല്ല, ഒരു 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 ക്യാപ്പ് കിട്ടിയ അപ്പം നീ അവരടുത്തോട്ട് പോയിരിക്കും. ഓ, അതെന്താ അറിയാമോ, അക്ബർ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട്. അക്ബർ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ പുള്ളി എന്നോട് കുറേ ഓപ്പൺ അപ്പ് ചെയ്തേനാ. അപ്പം ഞങ്ങളൊന്ന് വിട്ടെന്ന് നോക്കി കാണുമ്പോൾ എന്താണ്, ഇവൻ ആര്യൻ്റെ സ്ഥാനം ഏറ്റെടുത്ത അവസാനം ഇവൻ്റെ ചീട്ട് കയറാം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ. യെസ്, മോർണിംഗ് അപ്ഡേറ്റ് ആണ് കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റി നടന്നു. അതിനു മുന്നേ ചില തനത് കലാരൂപങ്ങൾ ബിഗ് ബോസിൽ അരങ്ങേറി. എല്ലാ വർഷവും നമ്മൾ ഇതേപോലത്തെ ഓരോന്ന് കാണാറുണ്ട്. ഇപ്രാവശ്യം മിസ്റ്റർ ഷാനവാസ് എന്ന് തന്നെ പറയാതെ വയ്യ. മിസ്റ്റർ ഷാനവാസിൻ്റെ തനത് കലാരൂപമായിട്ടുള്ള കറക്റ്റ് ഒരാളെയും കിട്ടിയിരിക്കണു. നാരുമാൻ അല്ലെങ്കിൽ നാരദൻ. ചേട്ടാ, ഇവൻ ശരിക്കും ഇങ്ങനെയാണോ അതോ ഇതാണോ അവൻ്റെ ഗെയിം എന്നുള്ളത് അറിയില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെ പോയിട്ട് കാര്യങ്ങൾ ഫുള്ള് കളക്ട് ചെയ്ത് ഇവിടുന്ന് അവിടെ പാസ് ചെയ്ത് കൊടുത്ത് ഈ പാസ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി പല ആൾക്കാരും അവിടെ എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് ഷാനവാസിന് അല്ലെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഇത്രയും വലിയൊരു കുത്തിത്തിരിപ്പ് സീരിയൽ അമ്മാവൻ പരദൂഷണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പരദൂഷണം എന്താ പറയുക, എങ്ങനെ ഒരു കുത്തിത്തിരിപ്പുകാരനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു? ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇന്ന് ഹോട്ട്സ്റ്റാറിൻ്റെ ലൈവ് ചാറ്റ് കംപ്ലീറ്റ് ഷാനവാസ് എന്ന് കൂടി പറയുന്നില്ല, എല്ലാവരും ഷാനവാസ് കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത്. മൂപ്പരിപ്പോഴും ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴും ആ തുടങ്ങിയ കണ്ടീഷനിൽ അക്ബറിൻ്റെ പിന്നാലെയാണ്. ഇനി മാറ്റാനായില്ലേ? എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചുകൂടെ എന്ന് ആലോചിച്ച് നോക്കി. ഈ വയസ്സാം കാലത്ത് ഞാൻ ഉദ്ദേശിച്ചത് 45 വയസ്സല്ലാണ്, 44 എന്ന വയസ്സ്, ആ വയസ്സല്ല ഉദ്ദേശിച്ചത്. ഈ ഇത്രയും ദിവസം 85 ദിവസമായില്ലേ ബിഗ് ബോസ് ഹൗസിനകത്ത്. ഇനിയും അക്ബർ അന്നത്തെ കുത്തിത്തിരിപ്പ്, അതായത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ കിച്ചണിൽ വെച്ചിട്ട് അനുമോൾ അവിടെ വന്നപ്പോൾ ആദിലും നൂറിയും സംസാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നെവിനും അക്ബറും കൂടി കൂട്ടി സംസാരിച്ചു. അത് നെവിനും അക്ബറും സംസാരിച്ചതിന് ഷാനവാസിൻ്റെ പെർസ്പെക്റ്റീവ് നറേറ്റീവ് എന്താ വെച്ചാൽ ആദിലയ്ക്കും നൂറയ്ക്കും ആ കുട്ടികൾക്ക് പറയാൻ വയ്യ, ആ കുട്ടികൾക്കത് പറയാനുള്ള അവകാശമുണ്ട്. അനുമോളെ പറയാനുള്ള അവകാശം ആ കുട്ടികൾക്ക് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടികളോട് അങ്ങനത്തെ വർത്താനാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അക്ബർ എന്തിനാ ഇതിന്, നെവിനുണ്ട് വിചാരിക്കുക, പക്ഷേ ഈ അക്ബർ എന്തിനാ അതിന് പുറകെ കൂടുന്നത്? അപ്പോഴത്തേക്ക് സാബുമാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോറിൻ്റെ വിഷയത്തിലും കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റൻസിയുടെ വിഷയത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ടാസ്കിൻ്റെ ഇടയിൽ അനുമോൾ അക്ബറിനെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സംഭവമാണ് വ്യക്തിഹത്യ ചെയ്തിട്ടുള്ളത്. അറിയാലോ, അതിനെക്കുറിച്ച് അക്ബർ സംസാരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് അതിപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഷാനവാസ് ചെറുതായിട്ടൊന്ന് എളിയുന്നുണ്ടെങ്കിലും പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വളച്ചൊടിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും മൂപ്പര് കഴിവുള്ളതുകൊണ്ട് അവിടെയും ഈ ചങ്ങായി പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലേറൊക്കെ അഡ്വാൻറ്റേജ് എന്താ പറയുക, അപ്പുറത്തിരിക്കുന്ന ആൾ സാബുമാന എന്ത് പറഞ്ഞാലും തല ആട്ടി കേട്ടോളും, ഒരു രക്ഷയില്ല. എന്തായാലും ഇതാണ് ഇന്ന് രാവിലെ നടന്നിട്ടുള്ളത്. ചങ്ങാതി വീണ്ടും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ സത്യം പറയാം, ഐ ഡോണ്ട് തിങ്ക് ഹി ഡിസേർവ്സ് ടോപ്പ് 5 ഷാനവാസ്. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല, ബിഗ് ബോസ് ഹൗസിനകത്ത് ബാക്കിയുള്ള ഒരു ഗെയിം കാഴ്ചവെക്കുന്നതിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ കുത്തിത്തിരിപ്പാണ്. ഈ ഇങ്ങനെ വിഷയങ്ങൾ മാറ്റി പുതിയ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ തിരക്കിടില്ല. ഇത് വന്ന അന്ന് തന്നെ അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിനെ മനസ്സിൽ ഒരു വില്ലനാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം എവിടെയൊക്കെ ചാൻസ് കിട്ടുന്നു ആ പഴയ സാധനങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഇതാണ് സംഭവം. പക്ഷെ ഇതൊക്കെ എന്താ അറിയോ, ഈ താരപരിവേഷമുള്ള ആൾക്കാർ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, താരപരിവേഷമുള്ള ആൾക്കാർ എടുക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കുള്ളൂ. കാരണം അവർക്കൊരു മിനിമം ഓഡിയൻസ് ഉണ്ട്. ഈ ബിഗ് ബോസിന് മുന്നേ അവരെ സീരിയലിലൂടെ കണ്ടിട്ട് ആ കഥാപാത്രങ്ങൾ ആരാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഈ PR ടീംസ് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ റീൽസും കട്ടും കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കും. അപ്പോൾ ഇതൊക്കെ കാണുന്ന അതേ പഴയ ഓഡിയൻസ് ഇപ്പോഴും അവരുടെ പ്രിയ ക്യാരക്ടർ രുദ്രനോ ഇന്ദ്രനോ ചന്ദ്രനോ ആരാച്ചാൽ അവർക്ക് സ്ഥിരമായിട്ട് ഇപ്പോഴും വോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ വോട്ടിൻ്റെ ബലത്തിലാണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഈ ഗെയിമിന് വേണ്ടിയിട്ട് കോണ്ടൻറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഇടയിൽ ഇവരിങ്ങനെ ഞെളിഞ്ഞു നിന്ന് പോവും. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോയിൽ ഈ ചങ്ങായിനൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇത് എന്താ പറയുക, വെറും ഷോ കാണിക്കുക, ഒരു ബിഗ് ബോസിൻ്റെ ഒരു കോണ്ടൻറ്റ് മേക്കറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, എന്തായാലും ഇനി നമ്മുടെ മെയിൻ കാര്യമായിട്ടുള്ള മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് വരാം. ഇത് കഴിഞ്ഞ ശേഷം പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി വന്നു, എല്ലാവരും പിടിച്ചു വരുത്തിയിരുത്തി. എന്തായാലേ 10 ദിവസം കൂടി നമ്മൾ ഇനി മോർണിംഗ് ആക്ടിവിറ്റി പറയുള്ളൂ അല്ലേ? അത് കഴിഞ്ഞ സിറ്റുവേഷനൊക്കെ മാറാൻ പോവുകയാണ്. കഴിഞ്ഞ 10, 89, 90 ദിവസമായിട്ട് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് എന്നും രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കാണാനുണ്ട്. ഇത് കഴിഞ്ഞാൽ എന്തെടുത്ത് വെച്ചിട്ട്
ഉലർത്തും എന്നുള്ളത് അറിയില്ല. എന്തായാലും തൽക്കാലം ഉള്ളപ്പോഴല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. മോർണിംഗ് ആക്ടിവിറ്റി ഇതുവരെയുള്ള ഓരോരുത്തരും വന്നിട്ട് പറയുക അവരവരുടെ, ഞാൻ ഈ മോർണിംഗ് ആക്ടിവിറ്റി കാണാത്തവർക്കാട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ അവർ സംസാരിച്ചത് നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ബിഗ് താങ്ക്സ് ഉണ്ട്. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതായത് ഗെയിമിൽ ഓരോ വ്യക്തിയും വന്നിട്ട് പറയണം ഞാൻ ഇതുവരെ ഉണ്ടായ ഇനിയും ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു ക്ഷണം ലഭിക്കുകയാണെങ്കിൽ വരുമോ, വന്നാൽ ഗെയിമിൽ എന്ത് മാറ്റം വരുത്തും, ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ എന്ത് മാറ്റം വരുത്തും, ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ എന്ത് തന്നെ തുടരും, ഒരു മാറ്റവും വരുത്താതെ എന്ത് തുടരും. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് അഗെയിൻ അനീഷ് സംസാരിക്കാൻ അടിപൊളിയായിട്ട് കഴിവുള്ള നല്ല ഒന്നാന്തരം കഴിവുള്ളൊരു വ്യക്തിയാണ് അനീഷ്. നെവിൻ, അക്ബർ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംസാരം. പക്ഷേ അനീഷ് പറഞ്ഞത് ഭയങ്കര നോട്ടബിളാണ്. ഞാൻ പറയാം, ഞാൻ ഓരോ ഓർഡറിലാണ് എഴുതി വെച്ചിട്ടുള്ള ഓർഡറിൽ പറയാം. അങ്ങനെ ഈ ഒരു ടാസ്കിന് വേണ്ടി ആദ്യം വന്നിട്ടുള്ളത് അനുമോളാണ്. പോവാൻ വിളിച്ചത് എല്ലാവരും തമാശയ്ക്ക് വിളിച്ചിട്ടുള്ള അനീഷിനെയാണ്. അനീഷ് പറഞ്ഞു എനിക്ക് ടാസ്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് പോകുന്നില്ല. അങ്ങനെ അനുമോള് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോള് കൃത്യമായിട്ട് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ കേട്ടോടത്ത് തെറ്റിയാണെന്നറിയില്ല. എനിക്ക് അനുമോള് പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ടും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. അനുമോള് മാറ്റാൻ ഉദ്ദേശിക്കുന്ന സംഭവം വെച്ചാൽ ഞാൻ ജെനുവിനായിട്ടാണ് അനുമോൾ ജെനുവിനായിട്ട് നിന്നിട്ടുള്ളത്. ഇനിയും ജെനുവിനായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. വളരെ സ്ട്രോങ് ആയിട്ട് ഞാനായി തന്നെ നിൽക്കും. കളിചിരികളൊക്കെ മാറ്റി വെച്ചിട്ട് കരച്ചിൽ മാറ്റാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കും. ഫണ്ണായിട്ട് തന്നെ നിൽക്കും. അതായത് മാറ്റണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി സ്ട്രോങ് ആകും. ഇതാണ് അനുമോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് അനീഷേട്ടൻ ഏത് നിമിഷം എൻ്റെ അടുത്ത് വന്നിട്ട് മിണ്ടാൻ പറയും, ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിണ്ടാൻ പറയും. ഞാൻ പലതും പ്രതീക്ഷിക്കാതെയാണ് പല കാര്യങ്ങളും ഏറ്റെടുക്കുന്നത്, പക്ഷേ എനിക്ക് അവസാനം ഇതുപോലെ തന്നെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അനുമോൾ അവിടുന്ന് സ്കൂട്ടായി. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. രണ്ടാമത് വന്ന് ഷാനവാസാണ്. ഇനി മുതലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായ ആൾക്കാർ എനിക്ക് മനസ്സിലായി. ഷാനവാസ് പറഞ്ഞത് ഞാൻ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കണ്ടിട്ടല്ല വന്നത്. കണ്ടിട്ട് വന്നിട്ട് പഠിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി എനിക്ക് ഈസി ആവാമായിരുന്നു. അപ്പോൾ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഡെഫിനറ്റ്ലി സീക്രട്ട് ടാസ്ക്കാണ്. ഇനിയൊരു സീക്രട്ട് ടാസ്ക് കിട്ടിയാൽ നല്ലൊരു ഗെയിം കാഴ്ചവെക്കാം. അതായത് സീക്രട്ട് ടാസ്ക് നല്ല അടിപൊളിയായിട്ട് ഷാനവാസിന് ചെയ്യാം. ഷാനവാസിന് 2 സീക്രട്ട് ടാസ്ക് കിട്ടി ഓൾറെഡി. രണ്ടാമത്തെ സീക്രട്ട് ടാസ്കും അക്ബറിലുകൊണ്ടാണ് നന്നാക്കിയിട്ടുള്ളത്. എന്തായാലും ഇനി ഒരു സീസണിലും കൂടി ഷാനവാസിനെ വിളിക്കണം. എന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് ഡെഫിനറ്റ്ലി സീക്രട്ട് ടാസ്ക് ഉഷാറാക്കും. പിന്നെന്താ വെച്ചാൽ നല്ലൊരു ഗെയിമറാകും. അതാണ് പറഞ്ഞത്, ഇനി ഒരു ഗെയിമറാകും. അവനിപ്പോൾ ഗെയിമർ അല്ലാത്രേ. പിന്നെ ഒരുപാട് സ്വഭാവദൂഷ്യം ഉണ്ടായിട്ടുണ്ട്, മോശമായ വാക്ക് ഉപയോഗിക്കും. ആ തെറ്റൊന്നും ഇനി ആവർത്തിക്കില്ല. പക്ഷേ ജെന്യുവിനായിട്ട് തന്നെ തുടരുമെന്ന് പറയുന്നു. ഇനി ഒരിക്കലും മാറ്റേണ്ടാത്തത് ഷാനവാസ് മാറ്റാത്ത സംഭവം വെച്ചാൽ നിലപാടുകളിൽ ഒരിക്കലും മാറില്ല, നിലപാടുകൾ തിരുത്തില്ല. ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ തുടരും. ബട്ട് അറ്റ് ദി സെയിം ടൈം അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് വളരെ കൃത്യമായ അഭിപ്രായങ്ങൾ പറയും. അതായത് അഭിപ്രായവും പറയും, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തും എന്നാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നെവിൻ വന്നു. ഞാൻ ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലാണ്. മാറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ വെള്ളം ഒഴിക്കും. അതായത് ഫിസിക്കൽ അഗ്രഷൻ കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ ഫിസിക്കൽ അഗ്രഷൻ കാണിക്കില്ല. ഞാൻ ഇനി വെള്ളം ഒഴിക്കുന്നത് പോലത്തെ, അതായത് വെള്ളം ഒഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ബെഡിൽ വെള്ളം ഒഴിക്കുക, മേൽക്കൂടി വെള്ളം ഒഴിക്കുക, പാലൊഴിക്കുക, ഇങ്ങനത്തെ പരിപാടികൾ നിവിൻ നിർത്തും. വെള്ളം ഒഴിക്കുന്നത് നിർത്തും. അതിന് പകരം എണ്ണ ഒഴിക്കും. മനസ്സിലായോ? അതായത് ഹെരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അവിടുന്ന് ആൾക്കാർ പറയുന്നുണ്ട് തിളച്ച എണ്ണ ഒഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല, ഞാൻ എണ്ണ ഒഴിക്കും. തീരെ മാറ്റാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ മോഷണം, ഭക്ഷണത്തിൻ്റെ മോഷണം ഒരിക്കലും ഞാൻ മാറ്റില്ല. വീട്ടിലാണെങ്കിൽ കൂടി ഞാൻ അടുക്കളയിലേക്ക് നേരിട്ട് പോകുന്നതിന് പകരം വളഞ്ഞിട്ടാണ് പോവാറ്. അതുകൊണ്ട് മോഷണം ഞാൻ നിർത്തില്ല. വേറൊന്നും ഞാൻ മോഷ്ടിക്കില്ല. ഈ ഭക്ഷണ സാധനം മോഷ്ടിച്ച് കഴിക്കും എന്നാണ് അവൻ പറയുന്നത്. ഓക്കെ. പിന്നെ അക്ബർ വരുന്നു. അക്ബർ നിർത്തും എന്ന് പറഞ്ഞിട്ട്, അക്ബർ മാറ്റം വരുത്തും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അക്ബറിനെതിരെ വ്യക്തിഹത്യാ പരാമർശം, ചിന്തിക്കാത്ത കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും പറഞ്ഞ് പിന്നാലെ കൂടി പറഞ്ഞിട്ടാണെങ്കിലും അതിനോട് റിയാക്ട് ചെയ്യും. അത് ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ചുമരിലൊക്കെ ഇടിക്കുന്നത്, ഇതൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടോ, ചുമരിലൊക്കെ ഇടിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് തന്നെ എനർജി ലോസ് സംഭവിക്കും. ഇവനും അതേപോലെ തന്നെയാണ്. മറ്റേ വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഇവൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത്രയധികം എതിർത്ത് സംസാരിച്ച് എനർജി ലോസ് ചെയ്യുന്ന ആ പരിപാടി അക്ബർ ഒഴിവാക്കും. പിന്നെ രണ്ടാമത്തെ കേസ്, അപ്പോൾ ഇതാണ് അക്ബർ മാറ്റം വരുത്തുന്നത്. രണ്ടാമത് തുടരുന്ന സംഭവം എന്ന് വെച്ചാൽ പ്രൊവോക്കിംഗ് മെത്തേഡ്സ്, പാരഡി ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുക, ടാസ്കിനെ ടാസ്ക്കായി കാണുക,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഷാനവാസുമായിട്ട് ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത്, ടാസ്കിൻ്റെ സമയത്തുള്ള പ്രശ്നം ആ ടാസ്ക് കഴിയുന്നതോടുകൂടി ഈ വിഷയം തീർന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ, അതായത് ടാസ്കിനെ ടാസ്ക്കായിട്ട് തന്നെ കാണും, തെറ്റ് കണ്ടാൽ ഏത് അറ്റം വരെയും സംസാരിക്കും. ഈ കാര്യങ്ങളൊക്കെ അക്ബർ തുടരും. പിന്നെ നൂറ വരുന്നു. നൂറയ്ക്ക് മാറ്റണം എന്ന് ഉദ്ദേശിക്കുന്നത് പബ്ലിക് സ്പീക്കിങ്ങിനുള്ള പേടി മാറ്റും. മാറ്റേണ്ടാത്തത് നിലപാടുകൾ മാറ്റില്ല, ജെനുവിനിറ്റി മാറ്റില്ല, ടാസ്കിലുണ്ടായത് ടാസ്കിൽ തന്നെ നിർത്തും, ടാസ്കിന് 100% കൊടുക്കും, ഫെയറായി കളിക്കും. ഇതൊക്കെയാണ് നൂറ തുടരുന്നത്. പിന്നെയാണ് അനീഷ് വന്നിട്ടുള്ളത്. അനീഷിന് കിട്ടിയത് വലിയൊരു മഹാഭാഗ്യമാണ്. എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരന് ഡെഫിനറ്റ്ലി യെസ്, ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടി. ആ ഒരു തിരിച്ചറിവ് ഉണ്ട്. പിന്നെ മാറ്റണം ഉദ്ദേശിക്കുന്നത് ഒന്നും കൂടി ചിരിക്കണം, ഒന്നും കൂടി ഫൺ ലവിങ് ആൻഡ് ജോവിയൽ പേഴ്സൺ ആവണം. ഫണ്ണ് കുറവാണ്, തമാശ കുറവാണ്, തമാശ ആസ്വദിക്കാറില്ല, തമാശയിലൂടെ കാര്യങ്ങൾ എടുക്കുന്നത് പരിപാടി അന്വേഷണമില്ല. അപ്പോൾ ഒന്നും കൂടി ഫൺ ലവിങ് ജോവിയലായിട്ട് തമാശക്കാരനായിട്ട് പിന്നെ മാറണം എന്നാണ് അനീഷ് ഉദ്ദേശിക്കുന്നത്. മാറ്റണ്ട അതായത് ഇതേ നിലയ്ക്ക് തന്നെ അനീഷ് തുടരണം. ഏത് രീതിയിലാണോ ഇപ്പോൾ അനീഷ് പോകുന്നത് അതേ നിലയ്ക്ക് തന്നെ അനീഷ് തുടരണം എന്ന് അനീഷ് ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ പരദൂഷണം. ഒരു സ്ഥലത്തുനിന്ന് കേട്ടിട്ടുള്ളത് മറ്റേ സ്ഥലത്ത് പോയി പറയുന്ന സ്വഭാവം എനിക്കില്ല. ആ ഒരു സ്വഭാവം ഇതേപോലെ തന്നെ തുടരും. എനിക്ക് പരദൂഷണം എന്ന മറുപടി അനീഷണില്ല, സത്യമാണ് കേട്ടോ. ഇന്നൊക്കെ പരദൂഷണം എടുത്ത് പറയാൻ കാരണം ഇന്ന് രാവിലത്തെ ഷാനവാസിൻ്റെ കാര്യം അതുകൊണ്ട് എടുത്ത് പറയാൻ കാരണം പക്കാ പരദൂഷണമായിരുന്നു. അപ്പോൾ ആ പരദൂഷണം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. എനിക്ക് ത്രൂ ഔട്ട് ജീവിതത്തിലില്ല, വീട്ടിലില്ല. അതെൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കരുതുന്നു. ആ നല്ല ക്വാളിറ്റി ഞാൻ തുടരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ കേട്ട അവിടെ പോയി പറയാറുണ്ടല്ലോ വൃത്തികെട്ട പരിപാടി നമ്മളെല്ലാ ബിഗ് ബോസിലും നമ്മൾ കാണുന്നുണ്ട്. അത് അനീഷ് ചെയ്തിട്ടില്ല, അത് നല്ല രീതിയിൽ തുടരും. പിന്നെ അതിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അവളൊരു ഇമോഷണൽ ബീയിങ് ആണ്. ഇമോഷൻസ് ചില സമയത്ത് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. നെല്ലും പതിരും വേർതിരിച്ച് കാണാൻ അറിയില്ല. ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ചൂസിയാണ്. ഗെയിം വരുന്ന സമയത്ത് ഫ്രണ്ട്ഷിപ്പിനെ പ്രയോറിറ്റൈസ് ചെയ്യും. ആണോ? ആരെയും എക്സ്പോസ് ചെയ്യാറില്ല, ഫ്രണ്ടിനെ എക്സ്പോസ് ചെയ്യാറില്ല. കൂടെയുള്ള മത്സരാർത്ഥിയാണെങ്കിലും സുഹൃത്ത് മത്സരാർത്ഥി ആയാലും മത്സരാർത്ഥിനെ ഒരിക്കലും എക്സ്പോസ് ചെയ്യില്ല. അത് മാറ്റും. അത് നെവിനെ പോലെ ആയിരിക്കും. അങ്ങനെ നെവിനിട്ടൊരു കുത്തി നിലപ്പം നെവിൻ പോയിട്ട് അനുമോളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യം അഗ്രഷൻ കുറയ്ക്കും. ആങ്കർ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അഗ്രഷൻ കുറയ്ക്കും. തീരെ മാറ്റണ്ട എന്ന് വിചാരിക്കുന്ന സംഭവം എന്താ വെച്ചാൽ, അതായത് ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെയാവാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ ഉള്ളിലൊന്നും വെക്കാറില്ല. ഞാൻ ഫൊഗീവ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത്ര ആദിലയ്ക്ക്. ആ ഫൊഗീവ്നെസ് ആദില കാണിക്കും. ഒരാൾ ആദിലിനോട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആദില പോയിട്ട് അവിടെ ചെന്നിട്ട് അത് ക്ഷമിക്കും. ആ മറ്റേ വ്യക്തി ആ ക്ഷമ ഏറ്റെടുക്കാൻ ആ സമയത്ത് ആൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ തെറി പറയും. വേറെ കഥ. കാരണം ആദില പോയി സംസാരിക്കുന്ന സമയത്ത് അവിടുന്ന് അതേ റെസ്പോൺസ് അപ്പം തന്നെ കിട്ടിയില്ലെങ്കിൽ ഉടനെ കച്ചറ ഭാഷ സ്റ്റാർട്ടാവും. എന്തായാലും അത് മാറ്റണ്ട എന്നുള്ളതാണ്. അതില്ല ഞാൻ പറയാം, അത് ഫൊഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറാണ്. ഞാൻ അപ്പോളജൈസ് ചെയ്യാറുണ്ട്. ആരെ മുന്നിലും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ എൻ്റെ മുന്നിൽ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പോളജൈസ് ചെയ്യാറുണ്ട്. അത് ഞാൻ തുടരും. പിന്നെ നമ്മുടെ സാബുമാൻ വന്നു. നാരുമാൻ നാരായണ എന്നവനെ പറയുന്നത് സാബുമാൻ. ഇന്ന് രാവിലെയൊക്കെ ഷാനവാസിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. എന്താ ഇപ്പോൾ സാബുമാൻ മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്നത്? കുക്കിംഗ് പഠിക്കും, ഒന്നും കൂടി ഇൻഡിപെൻഡൻ്റ് ആവും, മേക്കപ്പ് ഇടാൻ പഠിക്കും, മലയാളം ബുക്ക് വായിക്കും, സ്റ്റേജ് ഫിയർ ഉണ്ട് ഇത്രേ, ഫിസിക്കൽ ടാസ്കിൽ 100% കൊടുക്കാൻ പറ്റും, പിന്നെ പബ്ലിക് സ്പീക്കിംഗ് നന്നാക്കും. ആയിക്കോട്ടെ. എന്തായാലും മാറ്റേണ്ടാത്തത് അവൻ്റെ ഈ ചിരിയും പേഴ്സണാലിറ്റിയാണ്. ഇതാണ് ഞാനൊരു ഗെയിം പ്ലാനും വെച്ച് വന്നതല്ല. എനിക്കൊരു ഗെയിം പ്ലാനും ഇല്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു പ്ലാനും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നത്. അത് ചിലപ്പോൾ സത്യമായിരിക്കാം. അതുകൊണ്ടാണ് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ എന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതേപോലെ തന്നെ ഞാൻ തുടരും. ഇമോഷണൽ കണക്ഷൻസ് ആരുമായിട്ടും ഞാൻ വെക്കില്ല എന്നാണ് സാബുമാൻ പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. വലിയ സുഖമൊന്നുമില്ല, എന്നാലും ഇതൊക്കെ ഒന്നും കൂടി ഇങ്ങനെ ഷറൊക്കെ അടിച്ചുപൊളിയായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു കാര്യമായിരുന്നു അല്ലേ. കുറേ പോട്ടെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ടാസ്ക്. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി ബാക്കി ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നലെ കാണിച്ചിട്ടുള്ള ഒരു പ്രൊമോ ഉണ്ട്. പ്രൊമോയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അറിയില്ല. എന്തായാലും ബ്ലൈൻഡ്സ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ തന്നെ തുടരാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ടാസ്കിനോട് കൂടി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ബൈ.